നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കരീബിയൻ രാജ്യമായ ഹെയ്തിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അനാഥാലയത്തിൽ നിന്നും ഐറിഷ് മിഷണറി ഉൾപ്പെടെ 9 പേരെ ആയുധധാരികളായ തീവ്രവാദി സംഘം തട്ടിക്കൊണ്ടുപോയി. തിങ്കളാഴ്ച പുലർച്ചെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതെന്ന് മേയർ മാസിലോൺ ജീൻ വെളിപ്പെടുത്തി. കെൻസിക്കോഫിലെ സെന്റ് ഹെലന അനാഥാലയത്തിന്റെ ഡയറക്ടറും മിഷണറി ജീൻ ഹെറാട്ടി ഉൾപ്പെടെയുള്ളവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. മോചനത്തിനു വേണ്ടി തുടർച്ചയായ ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത 2 കന്യാസ്ത്രീമാർക്കും ഒരു ആദിവാസി യുവാവിനും നീതി ആവശ്യപ്പെട്ട മംഗലാപുരത്ത് പ്രതിഷേധ റാലി. മംഗളൂരുവിലെ മിനി വിധാന സൗദയ്ക്ക് പുറത്ത് കത്തോലിക്ക സഭ മംഗലാപുരം പ്രദേശ് സംഘടിപ്പിച്ച സമാധാനപരമായ പ്രതിഷേധത്തിൽ 100 കണക്കിന് വിശ്വാസികൾ ഒത്തുകൂടി. വികർണക്കട്ടയിലെ സെന്റ് മേരീസ് പള്ളിയിലെ നിലവിലെ CRI പ്രസിഡന്റും ഇടവക വികാരിയുമായ ഫാദർ ഡൊമിനിക് വാസ് റാലിക്ക് നേതൃത്വം നൽകി. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മനുഷ്യക്കടത്ത് 3 ആദിവാസി സ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, നാരായൺപൂരിലെ സുഗമാൻ മാണ്ഡവി എന്നിവർക്ക് പ്രതിഷേധക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രശസ്ത അർജന്റീനിയൻ കത്തോലിക്ക ഗായിക അദീനാസ് തന്റെ പുതിയ ആൽബമായ കാത്തലിക് ക്ലാസിക്കുകൾ പുറത്തിറക്കി. ലാറ്റിൻ അമേരിക്കയിൽ അറിയപ്പെടുന്ന 12 ഗാനങ്ങൾ സംയോജിപ്പിച്ച് ഗിറ്റാറും ശബ്ദവും ഉപയോഗിച്ച് അക്കോസ്റ്റിക് ഫോർമാറ്റിൽ അവതരിപ്പിച്ചതാണ് ഈ ആൽബം. ലളിതവും എന്നാൽ ആഴമേറിയതുമായ പ്രാർത്ഥനയോടെ ശ്രോതാക്കളെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുവാൻ ഈ ആൽബത്തിന് കഴിയുമെന്ന് അർജന്റീനിയൻ കത്തോലിക്ക ഗായിക അദീനാസ് അഭിപ്രായപ്പെട്ടു. യമൻ തീരത്ത് കുടിയേറ്റ കപ്പൽ തകർന്നതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ലിയോ 14 മാർപ്പാപ്പ. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനൊപ്പിട്ട ഒരു ടെലിഗ്രാം യമനിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് സാഗിയ എൽ കാസസിന് അയച്ചു. ഏറ്റവും അപകടം പിടിച്ച കുടിയേറ്റ പാതകളിൽ ഒന്നാണിത്. ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട കുടിയേറ്റക്കാർ എത്യോപ്യയിൽ നിന്ന് യമന്റെ തെക്കൻ തീരത്തേക്ക് യാത്ര ചെയ്തവരായിരുന്നു. IOMന്റെ കണക്കനുസരിച്ച് 157 പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇതുവരെ 76 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 32 പേർ അതിജീവിച്ചു. ഡസൻ കണക്കിന് പേരെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. ക്രിസ്തുവിൽ പരസ്പരം സ്നേഹിക്കുക, മറ്റുള്ളവരിൽ യേശുവിനെ എങ്ങനെ കാണണമെന്ന് അറിയുക, അത് ലോകത്തെ പരിവർത്തനം ചെയ്യുമെന്ന് ലയോ 14 പാപ്പ. നമ്മുടെ ജനനം നമ്മുടെ സ്വന്തം തീരുമാനമല്ല, മറിച്ച് നമ്മെ ആഗ്രഹിച്ച ദൈവിക സ്നേഹമായിരുന്നുവെന്നും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഈ കൃപയെ തിരിച്ചറിയുവാനും പുതുക്കാനും നമുക്ക് സാധിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ആധുനിക സംസ്കാരം നാം അറിയാതെ തന്നെ നമ്മെ രൂപപ്പെടുത്തുന്നുവെന്നും ഇതിന് സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം ഏറെ വലുതാണെന്നും പാപ്പ പറഞ്ഞു. യേശുവുമായുള്ള തീവ്രമായ ബന്ധം നമ്മെ ഒരിക്കലും വഞ്ചിക്കുകയില്ലെന്നും ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.